ഈ മനുഷ്യൻ ഭയപ്പെട്ട് വീടും വാതിലും എല്ലാം നല്ലവണ്ണം അടച്ച് ഉറപ്പാക്കി ഭവനത്തിനകത്ത് കഴിയുന്നു. ആമേൻ. സൂര്യനൊന്ന് മാറി ചന്ദ്രനിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം, പല മനുഷ്യരും പറയുന്ന ഇതാണ്: ദൈവമേ, രാത്രി എനിക്ക് ഭയമാണ്, രാത്രി ഇരുട്ട് എന്ന ആമേൻ സംഭവം വരുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമാണ് എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് മനുഷ്യന്റെ ഭയം ഒരു കെണിയാണ്. ഒരിക്കലും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. 2, വേദപുസ്തകത്തിനകത്ത് ശ്രദ്ധിക്കാൻ കഴിയത്തില്ല. 3, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല. 4, ദൈവത്തിന്റെ വാഴ്ത്തത്വങ്ങൾ പ്രാപിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. 5, വചനം പ്രസംഗിക്കാൻ കഴിയത്തില്ല. ആമേൻ. 6, പ്രാർത്ഥിക്കാനോ ആമേൻ ഉപവസിക്കുവാനോ കഴിയത്തില്ല. കാരണം മനുഷ്യനെയാണ് ഭയന്നിരിക്കുന്നത്. അതവന്റെ ജീവിതത്തിൽ ഒരു കെണിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന മനുഷ്യരെ ഭയന്ന് ദൈവത്തെ ഭയക്ക്. ഇന്ന് ദൈവത്തെ പേടിയില്ലാത്ത ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നാം വന്നിരിക്കുന്നത്. ആമേൻ. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ പേടിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം. എന്നാൽ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ദാനിയേൽ ഇവർ പറഞ്ഞ ഒറ്റ കാര്യമാണ്: രാജാവേ, നീ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ മേശപ്പുറത്ത് ഇരിക്കുന്ന ഈ വിഭവങ്ങൾ ഞങ്ങൾ കഴിക്കത്തില്ല. കാരണം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്നെ ഭയപ്പെടുന്ന പരിപാടിയേ ഇല്ല. സ്തോത്രം. നോക്കിക്കേ, വിശ്വാസത്തിന്റെ വീരന്മാർ. ആമേൻ. മനുഷ്യനെ ഭയപ്പെടാത്ത, മനുഷ്യന്റെ ശബ്ദത്തെ ഹല്ലേലൂയ ശ്രദ്ധിക്കാത്ത, മാനുഷിക ആലോചനയ്ക്ക് കീഴ്പ്പെടാത്ത, മാനുഷിക കൽപ്പനയ്ക്ക് കീഴ്പ്പെടാത്ത ആമേൻ ഒരു ആമേൻ ജനത ഉണ്ടായിരുന്നു. എന്നാൽ നോക്കൂ, ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ, മനുഷ്യനെ ഭയപ്പെട്ട് മനുഷ്യന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കുന്ന മനുഷ്യന് അതൊരു കെണിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വേട്ടക്കാരന്റെ കെണിയിലേക്ക് അകപ്പെട്ട ഒരു പക്ഷി അത് പിന്നെയും പറന്നുയരാൻ ശ്രമിക്കുമ്പോഴും അതിന് പറന്നുയരാൻ കഴിയത്തില്ല. കാരണം അതിന്റെ ചിറകെല്ലാം ആമേൻ സ്തോത്രം ആ കെണിയുടെ കുരുക്കിനകത്ത് കുരുങ്ങിക്കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അങ്ങനെയാ. 100 കണക്കിന് ജനം മനുഷ്യന്റെ ഭയത്തിന് സ്തോത്രം കുരുങ്ങിക്കിടക്കുകയാണ്, പുറത്തു വരാൻ കഴിയാതെ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പുറത്തു വരാൻ താല്പര്യമുണ്ട്, പക്ഷെ അവരെ ശത്രു വിടുന്നില്ല. കാരണം ഇന്നലെ അഭിഷേകത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ജനം ആമേൻ ഒരു രാത്രി കഴിയുമ്പോൾ അവരുടെ വിശ്വാസ ജീവിതം ആമേൻ വെള്ളത്തിലെ കുമിള പോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആമേൻ ഇന്ന് ക്രിസ്തീയ സമൂഹം വന്നിരിക്കുന്നു. അതിന്റെ യഥാർത്ഥമായ വചനത്തിന്റെ ആഴമിതാണ്: മനുഷ്യ ഭയം അവരുടെ ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടതുപോലെ അവർ സ്വീകരിക്കുകയാണ്. സ്തോത്രം. ഓക്കെ, ഈ 25-ാമത്തെ അധ്യായത്തിനകത്ത് നിന്നുകൊണ്ട് 29-ാമത്തെ അധ്യായത്തിനകത്ത് ആമേൻ സ്തോത്രം 25-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ തന്നെ അതിനകത്ത് ഒത്തിരി ആഴങ്ങളിലേക്ക് ശലോമോൻ ജ്ഞാനി കൊണ്ടുപോകുകയാണ്. സ്തോത്രം. ഓക്കെ, 25-ാമത്തെ വാക്യം എന്ന് പറയുമ്പോൾ അത് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേൻ അതിനകത്ത് വൈദ്യനായ ലൂക്കോസ് ഒരു കാര്യം വ്യക്തമായി പറയുന്നു. 12-4 നമ്മൾ വരുമ്പോൾ എന്താണ് ലൂക്കോസ് പറയുന്നത് അറിയാമോ? ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ 12-4. പ്രൈസ് ദി ലോർഡ്. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചേ. എന്റെ സ്നേഹിതന്മാരായ, നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ കണ്ടോ, വായിച്ച കണ്ടോ? എന്നാൽ എന്റെ സഹോദരനായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ എന്താണ് അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ആയ മനുഷ്യർ എന്ത് ചെയ്യണ്ട? നീ പേടിക്കണ്ട, ഭയപ്പെടേണ്ട. ആമേൻ. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് നീ ഭയപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, ദാവീദ് രാജാവ്
അഭിഷക്തന. കൊമ്പിൽ തൈലം കൊണ്ടുവന്ന് തന്റെ തലമേൽ തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്ത് ദാവീദിനെ പുറത്തെടുക്കുമ്പോൾ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദാവീദ് ശൗലിനെ ഭയന്ന് അവൻ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോ ദാവീദും തന്റെ ഭൃത്യനുമായി ഗുഹയ്ക്കകത്തെ കയറി ചെല്ലുമ്പോ ഗുഹയുടെ വാതിൽ ചിലന്തി വല കൊണ്ട് അടച്ചു. ദാവീദ് വിചാരിച്ചു എന്നെ ദൈവം പ്രൊട്ടക്ട് ചെയ്തു. ഇല്ല, ദാവീദ് അഭിഷക്തന. അവൻ പേടിച്ച് ഒളിക്കേണ്ടവനല്ല, അവൻ മനുഷ്യനെ ഭയപ്പെടേണ്ടവനല്ല. ഒരു അഭിഷക്ത പൈതലും ഒരു മനുഷ്യനെയും ഭയപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ സ്തോത്രം ദൈവകൃപ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. പിന്നെ അടുത്തവന്റെ പരിപാടി എന്ന് പറയുന്നത് മരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അടുത്ത് ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ഭയപ്പെട്ടത് അഭിഷേകമില്ലാത്ത ഒരു മനുഷ്യനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നോയിക്കേ, അവർ ഗുഹയുടെ മധ്യഭാഗത്തേക്ക് ചെന്നപ്പോൾ അവന് മുൻപേ അവിടെ അവനെ കൊല്ലാനായിരിക്കുന്ന ശൗലിനെ കാണാനിടയായി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോഴാ ദാവീദിന്റെ ഭൃത്യൻ പറഞ്ഞത്, ഇതേ ഇരിക്കുന്നു നിന്റെ ശത്രുവായ ശൗല്. ഇപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുന്തം കൊണ്ട് ഇവരെ കുത്തി ഇപ്പൊ കൊല്ലാം. ആമേൻ. നമ്മുടെ അടുത്ത് കിട്ടിയിരിക്കുക, ആരും അറിയത്തില്ല. പക്ഷെ ദാവീദ് പറഞ്ഞൊരു കാര്യം, അവൻ അഭിഷക്തനാണ്. അവന്റെ വസ്ത്രത്തിന്റെ അഗ്രം ആ ഭൃത്യൻ കട്ട് ചെയ്തെടുക്കുവാനിടയായി. പറയുന്നത് ഭയം കൊണ്ട് കയറിയതാ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ. നമ്മൾ ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോ ഏലിയാവ് ആകാശത്ത് നിന്ന് തീയിറക്കിയവനാ. പ്രൈസ് ദി ലോർഡ്. ആകാശത്ത് തീയിറക്കി. ആമേൻ. ഹല്ലേലൂയ. സകല വീര്യപ്രവർത്തികളും ചെയ്ത ഒരു മനുഷ്യനാണ് ഏലിയാവ്. ഏലിയാവ് ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ അവൻ മരിക്കാൻ ഇച്ഛിച്ച് അവൻ ചൂരച്ചെടിയുടെ തണലിൽ അവൻ അഭയം പ്രാപിച്ചു. നോയിക്കേ, ഹല്ലേലൂയ. അവന്റെ ശുശ്രൂഷ തീർന്നു എന്നവൻ അവന്റെ മനസ്സുകൊണ്ടും അവന്റെ വായ്മൊഴി കൊണ്ടും ദൈവത്തോട് അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാളും ഒട്ടും ശ്രേഷ്ഠനല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ അവിടെ മരിക്കാനായി കിടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങിച്ചെല്ലുവാനിടയായി. ദൈവവൈതലേ, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഏലിയാവിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വേദന വന്ന കാര്യം അവൻ പേടിച്ചത് ഒരു ദുരാചാരം ചെയ്യുന്ന ആ ലോകത്തെ, ആ രാജ്യത്തെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്രത്തിനും മന്ത്രവാദത്തിനും സ്തോത്രം മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല ഇസ്രായേലിനെയും അവരുടെ നിലങ്ങളില് ബിംബങ്ങളെ സ്ഥാപിക്കാൻ കൽപ്പനയിട്ട ഇസ്രായേലിനെ ഭയന്ന് ഏലിയാവ് മരിക്കാൻ കിടക്കുമ്പോൾ ഒറ്റ കാര്യമേ അവിടെ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവിന്റെ മരണം കാണാൻ കൊതിച്ചിരിക്കുന്ന ആകാശത്തിലെ പറവകൾ, കാട്ടിലെ ചെന്നായ്ക്കൾ, കുറ്റിക്കാട്ടിൽ പതിയിരിക്കുന്ന വിഷ സർപ്പങ്ങൾ, മാത്രമല്ല അവന്റെ രക്തം നക്കിക്കുടിക്കാൻ നിൽക്കുന്ന കുറെ ചെന്നായ്ക്കളും അവന്റെ അസ്ഥിയെ അകത്തിരിക്കുന്ന മറ്റേ വലിച്ചു കുടിക്കാൻ നിൽക്കുന്ന ഉറുമ്പുകളെയും മുൻപിൽ കണ്ട് ദൂതൻ ഇറങ്ങി വരുവാനിടയായെങ്കിൽ ഇന്ന് പകൽക്കാലം മനുഷ്യന്റെ ഭയത്തെ ഭയന്ന് നീ മാറിയിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു അതൊരു കെണിയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം, പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്ന വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമോ? ഹല്ലേലൂയ. അടുത്ത് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിന്റെ 12ഉം 13ഉം വാക്യങ്ങളിലേക്ക് നാം ശ്രദ്ധ തിരിക്കുമ്പോൾ അതിനകത്ത്, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അബ്രഹാമും സാറയും തമ്മിലുള്ള ഒരു വിഷയമാണ് അവിടെ നമ്മൾ കാണുന്നത്. 12-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യവും അതിന്റെ 13-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചാട്ടെ. മിസ്രയീമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എന്റെ സഹോദരി എന്ന് പറയണം. എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. നമുക്കറിയാം ഈ പശ്ചാത്തലം.
ആമേ സ്തോത്രം, ആ രാജ്യത്തിൽ ഭരിക്കുന്ന ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് അബിമേലെക്ക് എന്ന രാജാവിന്റെ അടുത്ത് ആമേ സ്തോത്രം ഈ സഹോദരി കണ്ടപ്പോൾ അവനൊരു ആഗ്രഹം തോന്നി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവളെ എനിക്ക് ഭാര്യയായി കിട്ടണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ഭയന്നു. ദൈവ ശബ്ദത്തിന് മുമ്പിൽ അബ്രഹാം ഭയന്നുപോയി. ദൈവ ശബ്ദത്തിന് മുമ്പിൽ അബ്രഹാമിന്റെ ഏപ്പ് ആടിപ്പോയി. ദൈവമൈതലേ, ഹല്ലേലൂയ. വാഴ്ത്തത്തം കണ്ടിറങ്ങിയവനാ. ഖാരാരിൽ നിന്ന് അവൻ ഇറങ്ങുമ്പോൾ ദൈവ ശബ്ദം കേട്ടിറങ്ങിയവനാ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നവർ നെഞ്ചത്ത് കൈവച്ചു പറയാൻ പറ്റുമോ, ഞാൻ ദൈവ ശബ്ദം കേട്ടിറങ്ങിയിട്ട് ഇന്ന് ഞാൻ ഭയന്നിരിക്കുന്നില്ല എന്ന്? ഇന്ന് പലരെയും ഭയന്നിരിക്കുക. ഹല്ലേലൂയ. കാരണമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഭയന്നിരിക്കുന്നത്? ഹല്ലേലൂയ. എന്താ ഭയന്നിരിക്കുന്നത്? അകത്തുള്ള ആത്മാവ് ബലം ക്ഷയിക്കുമ്പോഴാണ് മനുഷ്യന്റെ ഭയം അകത്തേക്ക് കടന്നു വരുന്നത്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. എന്തിനൊക്കെയോ മനുഷ്യൻ ഭയക്കുന്നു. ആമേൻ. ഭയന്ന് മനുഷ്യൻ ഈ ഭൂപരപ്പിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ആദിമ കാലഘട്ടങ്ങളിലെ ആമേൻ അബ്രഹാം തുടങ്ങി നോഹ തുടങ്ങി അവരുടെ പ്രായങ്ങളിൽ നിന്ന് നോക്കൂ. 600 വർഷം, 900 വർഷം, 1000 വർഷം, 1600 വർഷം വരെ അന്നത്തെ പിതാക്കന്മാർ ജീവിച്ചിരുന്നു. എന്നാൽ ഇന്നോ ഏറിയാൽ 30, ഇല്ലെങ്കിൽ 35. പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം ഭയം പിടിച്ച ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ആരെ? മനുഷ്യനെ ഭയക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില ഫോൺ കോളുകളെ ഭയക്കുന്നു. ആമേൻ. ചില വ്യക്തികളെ ഫേസ് ചെയ്യാൻ ഭയക്കുന്നു. എന്താ? നീ വ്യക്തികളെ കാണുമ്പോ മുഖത്ത് തുണിയിടുന്നത്? നീ അവരെ ഭയന്നിട്ടല്ലേ? ആത്മാവുള്ളവൻ എല്ലാ കാലത്തും അവൻ ഭയക്കത്തില്ലെന്ന്. അവൻ ഭയം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പലരും മുഖത്ത് തുണിയിട്ടിരിക്കുന്നത് പോലെ. ആമേൻ. മുഖത്ത് തുണിയിട്ടിരുന്ന നിങ്ങൾ എനിക്ക് കാണാൻ പറ്റില്ല. നിങ്ങളുടെ മുഖത്ത് തുണി കിടക്കുകയാ. നിങ്ങൾ ആരൊക്കെ ഭയക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയക്കുന്നവരാണ് അടുത്ത പരിപാടി മരിക്കുക. സ്തോത്രം. ആമേൻ. അടുത്തത് മരിക്കുക എന്നാണ്. അഭിഷേകം നഷ്ടപ്പെടുമ്പോൾ അതിന്റെ ഫലമാണ് മരണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ ഏലിയാവ് മരിക്കാൻ താല്പര്യപ്പെട്ടത്. തീർന്നില്ല. ആമേ. ഇന്നലെ നമ്മൾ വായിച്ചു 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ അവിടെ വായിക്കുന്ന ഒറ്റ കാര്യം ഇതാണ്. ആമേൻ. ദൈവദാസൻ മരിച്ചുപോയി. പക്ഷെ അവരുടെ മക്കളെ പോറ്റുവാൻ കഴിയാതെ കടക്കാര് വന്ന് മക്കളെ പിടിച്ചുകൊണ്ടു പോകുമ്പോ ഹല്ലേലൂയ അവര് മരിക്കാനായി അടുത്ത് പദ്ധതി ക്രമീകരിക്കുകയാ. എന്തെന്നറിയാമോ? ആമേൻ. ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടപ്പോൾ, പ്രാർത്ഥന മനുഷ്യൻ നഷ്ടപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ ശബലവരഗതുനി വൈഡമനാരകൽക്കനാദി യേശുവിന്റെ നാമത്തിൽ ദൈവവൈതലേ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ. ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഏലിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രവചിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ദൈവത്തെ ആമേൻ ഹല്ലേലൂയ ആമേൻ സാഷ്ടാംഗ വീണ ദൈവത്തെ നമസ്കരിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് വിളിച്ചു പറയുന്ന ഒരു വ്യക്തി ഇതാണ്. ആമേൻ. ഭയം എവിടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവിടെയെല്ലാം പിന്നെ മുൻപിലോട്ട് യാത്ര ചെയ്യാൻ കഴിയാതെ പകുതി വഴിയിൽ വച്ച് അവരുടെ ജീവിതം നശിച്ചു പോകും. ഹല്ലേലൂയ. ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രവചിക്കുന്നു, വെളിപ്പാട് കാണുന്നു. എന്തൊരു വെളിപ്പാടല്ലേ! ഭയങ്കര വെളിപ്പാടാ, ഭയങ്കര പ്രവചനമാ. ആമേൻ. സ്പ്രിങ് നിലത്തിട്ട തെറിക്കുന്നത് പോലെ ആത്മാവിൽ തുള്ളുകയാ. പക്ഷെ അകത്ത് മനുഷ്യ ഭയം. ഹല്ലേലൂയ. എന്ത് ചിന്തിക്കും അവർ എന്ത് ചിന്തിക്കും? ഹല്ലേലൂയ. ഒരു ശത്രു നിന്റെ നേരെ വരുമ്പോ നിന്റെ കണ്ണിൽ നോക്കുമ്പോ ലെവലേശം ഭയമില്ലാതിരുന്നാൽ, ഹല്ലേലൂയ, ലെവലേശം ഭയക്കാതിരുന്നാൽ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? ആമേ സഹോദരനെ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞെന്ന് പറഞ്ഞാൽ അവന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് 2 പേർ പുറത്തു വന്നു. മൂത്തവൻ ആൺകൊച്ച, രണ്ടാമത്തത് 6 മാസമായ പിൻകുഞ്ഞിനെ അമ്മ മൂത്ത കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അവർ മാർക്കറ്റിൽ പോയപ്പോൾ ഹല്ലേലൂയ ഈ ഇളയ കുഞ്ഞിന്റെ അടുത്ത് മൂത്ത കുഞ്ഞ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക.
അപ്പോഴാണ് ഒരു വലിയൊരു പട്ടി വന്ന് ഈ കുഞ്ഞിനെ പിടിക്കാൻ വന്നപ്പോൾ ഈ കുഞ്ഞ് ചാടി എണീറ്റ പട്ടിയെ ഹല്ലേലൂയ തൂക്കിയെടുത്ത് തറയിൽ അടിക്കുന്നത് നമ്മൾ കണ്ടവരാ. കാരണം എന്നറിയാമോ? അവനെ ഏൽപ്പിച്ചതാ സ്വന്തം ചോരയിൽ. അവന്റെ സ്വന്തം അനുജനെ ഒരു ക്രൂര മൃഗം കടിച്ചു കൊല്ലുവാൻ വന്നപ്പോൾ വേണമെങ്കിൽ അവന് പേടിച്ചു മാറി ആൾക്കാരെ വിളിക്കാമായിരുന്നു. അപ്പോഴത്തേക്കും ആ കുഞ്ഞിന്റെ കഥ കഴിയുമായിരുന്നു. തീർന്നില്ല. നമ്മൾ കണ്ടില്ലേ, കൊല്ലം ജില്ലയിൽ ഒരു കരടി ഇറങ്ങി. ഹല്ലേലൂയ. സ്വന്തം വീട്ടിൽ വളർത്തുന്ന പട്ടിയെ കരടി പിടിക്കാൻ വന്നപ്പോൾ വീട്ടമ്മ ഓടിച്ചെന്ന് കരടിയെ അടിച്ച് മതിലിന്റെ അപ്പുറത്തിട്ട ചരിത്രം ആ വീഡിയോ നമ്മൾ കണ്ടവരാ. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് വേണമെങ്കിൽ ഭയന്ന് മാറിയിരിക്കാം. കാരണം കരടി ഒന്നല്ല, 10ലധികം കരടികളും അതിന്റെ കുഞ്ഞുങ്ങളുമായി അത് ഇറങ്ങി വന്ന സ്ഥലമാ. ഇന്ന് പകൽക്കാലം പറയട്ടെ, ആ സഹോദരി ഭയന്നു എങ്കിൽ ആ പട്ടിയെ മാത്രമല്ല, ആ വീട്ടിനകത്തുള്ള സകലതിനെയും ആ ദേശത്തുള്ള സകലതിനെയും കടിച്ച് കീറി ഒരു വലിയ ദുരന്തം കൊല്ലമെന്ന പട്ടണത്തിൽ ഇറങ്ങുമായിരുന്നു. പക്ഷെ തമ്പുരാനുണ്ടല്ലോ, ആ വീട്ടമ്മയുടെ ശരീരത്തിൽ പകർന്ന ആത്മാവിന്റെ നിയോഗമുണ്ടല്ലോ. അവർ കരടിയല്ല, ഇനി ശൃംഗമല്ല, ഇനി എന്താണ് മുൻപിൽ വന്നാലും അതിന്റെ കോമ്പൗണ്ടിനകത്തിരിക്കുന്നതിനെ നശിപ്പിക്കാൻ വന്നതിനെ അടിച്ചു വീഴ്ത്തി ഇന്ന് ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ധീര വനിതയെന്ന് ലോകം അവരെ ആദരിച്ചു. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? ഭയമില്ലാത്തത് കൊണ്ടാ ഇന്ന് മനുഷ്യൻ ഭയന്നിരിക്കുന്നു. ആരെയൊക്കെ പേടിക്കുന്നു, ആരെയൊക്കെയോ മനുഷ്യൻ ഭാരപ്പെടുന്നു, ആരെയൊക്കെയോ ഫേസ് ചെയ്യാൻ മടിക്കുന്നു. എന്താ പറ്റിയത്? അവരുടെ ജീവിതത്തിനകത്ത് ഭയം കയറിയിരിക്കുക. ഈ ഭയമുണ്ടെങ്കിൽ ഒരിക്കലും ആ മനുഷ്യന് മുൻപിലോട്ട് ജീവിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇവിടെ അതാണ് സ്തോത്രം അബ്രഹാമിന് പറ്റിയത്. സ്വന്തം ഭാര്യ രാജാവ് അടിച്ചു കൊണ്ടുപോകുമെന്ന് പേടിച്ച് ഹല്ലേലൂയ അവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നീ എന്റെ ഭാര്യയെന്ന് എനിക്കും അറിയാം, ഞാൻ നിന്റെ ഭർത്താവെന്ന് നിനക്കും അറിയാം, പക്ഷെ നീ എന്നെക്കാളും സൗന്ദര്യമുള്ളവളാ. മനുഷ്യൻ കാണുമ്പോൾ നിന്റെ പ്രായമല്ല നോക്കുന്നത്, നിന്റെ സൗന്ദര്യമാ നോക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ പറയണം, നീ എന്റെ സഹോദരിയാണ്. ഹല്ലേലൂയ. കണ്ടോ, അവൻ ഭയന്നു. അവന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മിക്കവാറും അബ്രഹാമിനെ കൊല്ലും. പ്രൈസ് ദി ലോർഡ്. കൊന്നിട്ട് അവന്റെ ഭാര്യയെ രാജാവ് കൊണ്ടുപോകും. അവൻ നോക്കി അവിടെ ഭയന്നു. എന്നാൽ ആ ഭയം ആര് കണ്ടു? സ്വർഗം കണ്ടു. ഹല്ലേലൂയ. സ്വർഗം ആ ഭയം കണ്ടിട്ട് അബിമേലെക്കിന്റെ അന്തഃപുരത്തിനകത്ത് ദൈവം ഇറങ്ങിച്ചെന്നു. ഇന്ന് പകലില് സ്തോത്രം അന്തഃപുരത്തിൽ രാജ്ഞിയാകെ ഇരിക്കേണ്ട സാറയുടെ അടുത്ത് ഈ അബിമേലെക്ക് അല്ലെങ്കിൽ രാജാവ് ചെല്ലുന്നതിന് തൊട്ടു മുൻപേ ദൈവം അവിടെ ഇറങ്ങിച്ചെന്ന് പറഞ്ഞു, അവളെ തൊടരുത്. ശംഭവരാജകൽക്കനാദി. ഇന്ന് പകൽക്കാലം ആരെയൊക്കെയോ ഭയന്നിരിക്കുന്ന, ആരെയൊക്കെയോ പേടിച്ചിരിക്കുന്ന ചില അബ്രഹാംമാരെ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വാത്സല്യ ജീവിതമേ, നീ ആരെയാ ഭയക്കുന്നത്? ഭയന്നിരിക്കുന്ന ഭയത്തെ അത് മരണത്തിലേക്ക് എത്തിക്കും. അത് നിന്നെ തകർച്ചയിലേക്ക് എത്തിക്കും. അത് നിന്നെ ആത്മീയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയും. നിന്നെ ആത്മീയത്തിൽ കാണാത്ത തലത്തിൽ നിന്നെ തകർത്തു കളയും. ഇതാണ് ഭയം എന്ന് പറഞ്ഞ. സ്തോത്രം. അബ്രഹാം ഭയന്നു പോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞില്ല. ഏലിയാവ് പോയപ്പോൾ, സാറാപത്തിലേക്ക് പോയപ്പോൾ, സാറാപത്തിലെ വിധവയോട് ദൈവം കൽപ്പിച്ചു. എന്താ കൽപ്പിച്ച്? എന്റെ ദാസനായിരിക്കുന്ന, എന്റെ ഭൃത്യനായിരിക്കുന്ന ഞാൻ അയച്ച ഒരുത്തൻ സകലത്തെയും വെടിഞ്ഞ് സകലത്തിലെയും മാറ്റിവെച്ച് അവന്റെ ജീവന വരെ സ്തോത്രം വില കൊടുക്കാതെ എന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന എന്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് നിന്റെ വീട്ടിനകത്ത് വരും. ഇന്ന് പകൽക്കാലം ആ ദൂത് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ വീട്ടിനകത്ത് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അവന് ഭക്ഷണം കൊടുക്കണം. ഉടവനരഗത ശംഭവരാജകൽക്കനാദി. നീ അവന് ആഹാരം കൊടുക്കണം. നീ അവന് വേണ്ടിയത് വിളമ്പിക്കൊടുക്കണം എന്നുള്ള ശബ്ദം ഈ വിധവയുടെ ചെവിയിൽ സ്വർഗം പകർന്നു കൊടുത്തു. മനസ്സിലായോ?
മരണം, ആമേൻ, ഭയം വന്നാൽ അടുത്ത് മരിക്കുക. സ്തോത്രം. ചില മരണങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറാൻ പോകുക. 2025 പ്രാരംഭ 4ാമത്തെ ദിവസം ദൈവാത്മ പറയുന്നു, ചില മരണങ്ങൾ ചില കുടുംബങ്ങളിൽ നിന്ന് ദൈവം തുടച്ചു മാറ്റാൻ പോകുക. നീ മെഡിസിനെ ഭയക്കുകയാണോ? ആമേൻ. നീ മരുന്നിനെ ഭയക്കുകയാണോ? നീ വൈദ്യശാസ്ത്രത്തെ ഭയക്കുന്ന വ്യക്തിയാണോ? നീ വൈദ്യശാസ്ത്രത്തെ ഭയക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, വൈദ്യശാസ്ത്രം നിന്നെ ഒന്നും ചെയ്യത്തില്ല. കാരണം വൈദ്യശാസ്ത്രത്തെ അല്ല നീ ഭയന്നത്, വൈദ്യനെയാണ് നീ ഭയന്നത്. ആമേൻ. ആ വൈദ്യനെ നീ ഭയന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, സാറാപത്ത് വിധവയോട് പറയുക, പ്രൈസ് ദി ലോർഡ്, നീ എനിക്ക് 1 കപ്പ് വെള്ളം കൊണ്ടുപോ. പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ ദൂത്, നീ പോകുമ്പോൾ എനിക്ക് ഒരു അടയും കൊണ്ടുപോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അധ്യായം എടുത്തേക്ക് ഒന്ന് വായിക്കണേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയ പറഞ്ഞൊരു വാക്ക്, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നീ ആദ്യം പോയി 1 ഗ്ലാസ് വെള്ളം കൊണ്ടുപോ. കുറെ വെള്ളം, കാരണം ഞാൻ നടന്നു വന്നിരിക്കുക. ഹല്ലേലൂയ. ഒത്തിരി കിലോമീറ്റർ നടന്നു വന്നിരിക്കുക. പക്ഷെ ഇന്ന് എനിക്ക് വെള്ളം വേണം, കുടിക്കാൻ ഏറെ കുടിക്കണം, ഒത്തിരി ദാഹം എനിക്കുണ്ട്. അതുകൊണ്ട് നീ എനിക്ക് ആദ്യം വെള്ളം കൊണ്ടുപോവാ. വെള്ളം കൊണ്ടുവന്ന ശേഷം, ആമേൻ, നീ എനിക്ക് ഒരു അടയും കൂടെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എനിക്ക് ആദ്യം വെള്ളം കൊണ്ടുവന്ന ശേഷം നീ എനിക്ക് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒരടയും കൂടെ എനിക്ക് നീ കൊണ്ടുപോവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പറഞ്ഞ് ഏലിയാവ് അങ്ങോട്ട് തിരിയുമ്പോൾ പറയുക, അല്ലയോ ദൈവപുരുഷനെ, ഇവിടെ അടയുമില്ല വെള്ളവുമില്ല. ഒന്ന്, 1 പിടി മാവുണ്ട്, ഇത് എനിക്കുണ്ടായി കഴിക്കണം, എന്റെ കുഞ്ഞിനും കൊടുക്കണം, ഞങ്ങൾക്ക് മരിക്കണം. സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ്. മരണത്തെ മാറ്റണമെങ്കിൽ കെരീത്ത് അടയണം, കെരീത്തിലെ തോട് വറ്റണം. 2, കാക്കയുടെ വരവ് നിൽക്കണം. ഉടവനരകത ശംഭവരാജകൽക്കനാദി, കാക്കയുടെ വരവ് നിൽക്കണം, കെരീത്ത് അടയണം. അടുത്ത സാറാപത്ത് തുറക്കുന്നത്, നിനക്ക് വരുമാനമല്ല ബ്ലോക്കായോ? നിനക്ക് എവിടെയെങ്കിലും ശൂന്യത നീ അനുഭവിക്കുന്നുണ്ടോ? എന്നാൽ സ്വർഗം പറയുന്നു, ഒരു കെരീത്തിനെ അടച്ചത്, ഒരു സാറാപത്ത് തുറന്നത് നിനക്ക് അതിനകത്ത് ഒരു മരണത്തെ മാറ്റാനാ തമ്പുരാ സാറാപത്തിനെ ഒരുക്കി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ചെയ്തെടുക്കുമ്പോൾ, ഹല്ലേലൂയ, 13ാമത്തെ വാക്യം 17ാമത്തെ അധ്യായം 1 രാജ 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 8ാമത്തെ വാക്യം മുതലേ ഒന്ന് വായിച്ചേ. 8ാമത്തെ വാക്യം മുതല് 17ാമത്തെ അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരെഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് ഫാറാത്തിന് പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടി നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. കുറെ വെള്ളം കണ്ടോ? ഒരു പാത്രത്തിന് എന്ത് ചെയ്യണം? കുറെ വെള്ളം എന്ന് പറഞ്ഞാൽ കുറെ സമയം കൊണ്ട് നടക്കുക ഞാൻ. ആമേൻ. കുറെ സമയം കൊണ്ട് നടന്ന് ഞാനിങ്ങനെ വരികയാ. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏലിയാവിനെ പോഷിപ്പാൻ ഒരു സ്തോത്രം സാറാപത്തിലെ വിധവയോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ നീ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കും. നീ പ്രതീക്ഷിക്കാത്ത ഉറവകളിൽ നിന്ന് നിനക്ക് വേണ്ടി വെള്ളം ദൈവം കരുതി വച്ചിട്ടുണ്ട്. ആമേൻ. ഇതിനകത്ത് ദൈവാത്മാവ് ശക്തമായി ചില കുടുംബത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. നീ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ നിന്ന് ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന ദൈവമെന്ന് ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയും? ദൈവവൈതലേ, അടുത്തവൻ പറയുന്ന നോയിക്കേ. ആമേൻ. സ്തോത്രം. വായിച്ചേ, താഴോട്ട് വായിച്ചേ.
Praise the Lord. അതിന് അവൾ നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല. ഞാൻ ഇതാ 2 വിറക് പെറുക്കുന്നു, ഇത് കൊണ്ടുതന്നെ എനിക്കും മകന് വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ കണ്ടോ, ഒരു പിടി മാവേ ഉള്ളൂ. ആ സഹോദരി 100 പ്രാവശ്യം അതിനെ വാരി പിന്നെ ഈ കലത്തിനകത്തിട്ടു, പിന്നെ കൈകൊണ്ട് ഇത് വാരിയെടുത്തു, പിന്നെ അത് കലത്തിനകത്തിട്ടു, പിന്നെ അത് കൈകൊണ്ട് കോരിയെടുത്തു, പിന്നെ കലത്തിനകത്തിട്ടു. അവക്കറിയാം അവൾ പല പ്രാവശ്യം അളന്നതാ, ഒറ്റ പിടിയേ ഉള്ളൂ. ഇത് എനിക്കും കഴിക്കണം, എന്റെ മകനും കഴിക്കണം, കാരണം ഭയം അതിനകത്ത് കയറി. പ്രൈസ് ദി ലോർഡ്. അതാ ഏലിയാവ് പറയുന്നത് 11 വാക്യം. ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട. ഓ, ശക്തി അവിടെ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ഏലിയാവ് പറയുന്ന വാക്കുണ്ടോ? ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. ഇന്ന് പകൽ ദൈവം നിന്നോട് പറഞ്ഞത് 2025 നീ ചെയ്ത് തുടങ്ങിയാൽ ഒഴിഞ്ഞിരിക്കുന്ന പലതും നിറയുന്ന വർഷമെന്ന മാസങ്ങൾ ദിവസങ്ങളെന്ന് ദൈവാത്മാവെന്ന് പകൽക്കാലം ആലോചന കൈമാറുകയാണ്. ഹല്ലേലൂയ. ഭയം ജീവിതത്തിൽ വന്നാൽ ദൈവവൈതലേ പലതും ശൂന്യമായി കിടക്കുന്ന പലതും സ്വതന്ത്രം നിറഞ്ഞിരിക്കുന്ന പലതും ശൂന്യമായി പോവും. പക്ഷേ ഭയമില്ലെങ്കിൽ ശൂന്യമായിരിക്കുന്ന പലതും നിറഞ്ഞു വരാൻ പോവുകയാ. ഹല്ലേലൂയ. ഏലിയാവ് നോക്കിയപ്പോൾ അവളെ കണ്ണിൽ നോക്കിയപ്പോൾ ഒരു മരണഭയം, അവളുടെ കൈകൾ നോക്കിയപ്പോൾ കൈകൾ വിറയ്ക്കുന്നു, അവളുടെ ശരീരം നോക്കിയപ്പോൾ ഏലിയാവിന് മനസ്സിലായി ഇവൾ മരിക്കാനായി തയ്യാറായി നിൽക്കുക. അതാ ഏലിയാവ് പറയുന്നത്, അവളോട് പറയാ നീ ഭയപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം ആരെങ്കിലും പറയോ ഭയപ്പെടേണ്ടെന്ന്? നിന്നെ ഭയപ്പെടുത്താൻ നോക്കുകയല്ലേ രാത്രികളിൽ? നീ പോകുന്ന യാത്രകളിൽ, നീ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് പലപ്പോഴും ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി നിന്നെ തുറച്ചു നോക്കി, പിന്നെ ഈ വാഹനം ഫ്രണ്ടിലോട്ടെടുക്കുമ്പോൾ നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ആ വാഹനം നിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി പിന്നെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നിന്റെ ഉള്ളിൽ ഭയം, ഇതാരാ എന്നെ ഫോളോ ചെയ്യുന്നത്? നിന്നെ ഫോളോ ചെയ്യുന്ന വേറെ ആരുമല്ല, അത് ഭയത്തിന്റെ ആത്മാവാ. ആ ഭയത്തിന്റെ ആത്മാവിനെ ഇന്ന് പകൽക്കാലം അത് തുടച്ചു മാറ്റാൻ നീ തയ്യാറാകുമെങ്കിൽ ആ ഭയം ഇന്ന് പകൽക്കാലം നിന്നിലും എന്നിൽ നിന്ന് ദൈവാത്മാവ് തുടച്ചു മാറ്റുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭയം ജീവിതത്തിലുള്ളത്തോളം ദൈവവൈതലേ വായ്ത്തത്തം പ്രാപിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആദ്യം എനിക്ക് ചെറിയ ഒരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടായിക്കൊള്ളുക. വലുത് നീ ഉണ്ടാക്കണ്ട, ചെറുത്. പ്രൈസ് ദി ലോർഡ്. നീ പറഞ്ഞതുപോലെ ഒരു ചെറുത് ഏലിയാവിന് കൊടുക്കും. ദൈവത്തിന് കൊടുക്കുന്നത് ചെറുതാണെങ്കിലും പറഞ്ഞതുപോലെ നീ ചെയ്താൽ നിന്റെ കുടുംബത്തിനകത്ത് ഇരിക്കുന്ന ശൂന്യതകളെ തമ്പുരാൻ ഇന്ന് പകൽക്കാലം മാറ്റിപ്പണിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറുതാണെങ്കിലും ആമേൻ, അത് കൊടുത്തത് ദൈവഭക്തന്റെ കരങ്ങളിലാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊടുത്തത് ദൈവഭക്തന്റെ കരങ്ങളിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ആലോചന കൈമാറട്ടെ. ആമേ കൊടുക്കുന്നത് ദൈവകരത്തിലേക്കാണെങ്കിൽ അതിനകത്തും അമർത്തി കുലുക്കി നല്ലൊരളവ് തീർന്നില്ല. ആമേൻ. അടുത്ത 14-ാമത്തെ വാക്യം കണ്ടോ? ഏറ്റവും മനോഹരമായൊരു വാക്യമാണ് 14-ാമത്തെ വാക്യം. ഇതുവരെ നിങ്ങൾ വരച്ചിട്ടില്ലെങ്കിൽ പേപ്പർ കീറാതൊന്ന് വരച്ചിട്ടോ. ഈ 2025 നിങ്ങളുടെ ദൂത, വാഴ്ത്തത്തെ ദൂത ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആമേ. അവിടെ എന്താ വായിച്ചത്? യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? ഇത് ഏലിയാവിന്റെ സ്വന്തമായി വന്ന വാക്കല്ല. ഇസ്രായേലിന്റെ ദൈവം പറയുക, ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ മഴ പെയ്തിറങ്ങുന്ന നാൾ വരെ. ഇന്നോ നാളെയോ അല്ല. ഹല്ലേലൂയ. എന്നാൽ ഇവരിയ്ക്കുന്ന സീദോനോട് ചേർന്നിരിക്കുന്ന ഈ സാറാപത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ സാറാപത്ത് എപ്പോഴും തണുപ്പ, മഞ്ഞ് മൂടിയ സ്ഥലമാ.
ഈ മഞ്ഞ് മൂടിയ സ്ഥലം എന്ന് പറയുമ്പോൾ ഏലിയ പറയുക മഴ പെയ്യുന്ന നാൾ വരെയും. ഇതിനകത്ത് കൃപാമരം പെയ്തിറങ്ങുന്ന നാൾ വരെയും, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന നാൾ വരെയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോ ആരും പള്ളിക്കകത്ത് കയറരുത് ദയവായി, പ്ലീസ്. നിങ്ങളെല്ലാവരും പള്ളിക്ക് വെളിയിൽ ചെവരിൽ മറഞ്ഞു നിൽക്കണം. മറഞ്ഞ് തുണിയും മൂടി വെളിയിൽ നിൽക്കണം. ഈ ഞായറാഴ്ച മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക്. നിങ്ങളുടെ വീട്ടിനകത്ത് മഴ പെയ്യുന്ന നാൾ വരെയും കർത്താവ് നിറയ്ക്കും. ഉറപ്പായിട്ട്, കണ്ടിപ്പായി, 100%. ആമേൻ. നിങ്ങൾ പള്ളിക്ക് വെളിയിൽ നിൽക്കണം. കാരണം ഇപ്പോൾ നിങ്ങൾ ഇതിനകത്തില്ല, എല്ലാവരും വെളിയിലാണ്. നിങ്ങൾ ഈ 5-ാം തീയതി മുതൽ ഈ 52 ഞായറാഴ്ച നിങ്ങൾ വെളിയിൽ നിന്ന് ഞായറാഴ്ച നോക്ക്. നിങ്ങളുടെ കലത്തിൽ മാവ് കുറയാതെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഞാൻ ആയിരക്കണക്കിന് ജനത്തിന് മുമ്പ് എന്ന് പ്രസംഗിക്കുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോ ഓൺ ചെയ്താലും ഞാൻ പ്രസംഗിക്കും, ഓൺ ചെയ്തില്ലെങ്കിലും പ്രസംഗിക്കും, എല്ലാവരും ഇറങ്ങി പോയാലും പ്രസംഗിക്കും. എനിക്ക് എന്നെ ഏൽപ്പിച്ച് ചെയ്തേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെയും ആലയത്തിന് പുറത്ത് നിൽക്കുന്നവരെ അനുഗ്രഹിക്കാമെന്നല്ല പറഞ്ഞ്, അനുസരിക്കുന്നവനെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനുസരിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 ആമേൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ 25 തമ്പുരാൻ പറയുന്നു, നിന്റെ തലമുറകൾ കാണാത്തതും നിന്റെ കുടുംബം കാണാത്തതുമായ പലതും ശമനപരഗതുനി. ഹല്ലേലൂയ. പലതും ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോ നിങ്ങളൊക്കെ ഈ ന്യൂ ഇയർ ആരാധിച്ച 100, 150, 200 പേരായിരിക്കാം. അതുക്കും മേലെയാ ഞങ്ങൾ ആരാധിച്ചത്. ഹല്ലേലൂയ. കാര്യം എന്നറിയാമോ? തലയിൽ തുണിയിടാത്ത, മുഖം മൂടാത്ത ആയിരക്കണക്കിന്, 100 ജനത്തെ സംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം 25 തയ്യാറാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഉറപ്പിച്ചു പറയാം, തലയിൽ തുണിയിടാത്ത അല്ലെങ്കിൽ മുഖം മൂടാത്ത നോക്കി അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗം പറയുന്നു. നിന്റെ കളപ്പുരയിൽ ഒന്നും കുറയാതെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്നലെ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ദൈവദാസനെ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു. 26 വയസ്സ്. ഭാര്യയും ഭർത്താവും കൂടെ യാത്ര ചെയ്തപ്പോൾ പോണ്ടിച്ചേരിയുടെ ബോർഡറിൽ വെച്ച് ഒരു വാഹനവുമായി കൂട്ടിയിടിച്ച് തക്ഷണം കാറിന്റെ പുറത്തുകൂടെ വാഹനം കയറി ചെന്ന് 3 മാസമായ കുഞ്ഞും. ആമേൻ. സ്തോത്രം. ആ കുടുംബവും മാറ്റപ്പെട്ടു. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും വാഹനം ഓട്ടിച്ചും പിറകെ ഇരുന്നും ബസ്സിൽ കയറിയും ആമേൻ നമ്മൾ നടന്നൊക്കെ യാത്ര ചെയ്യുന്നവരാ. നമ്മൾ ഇരിക്കുന്ന വീടുകളൊന്നും വലിയ ഉറപ്പൊന്നും ഉള്ളതൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സൂക്ഷിച്ചില്ലേ ഈ 4-ാം ദിവസം കാണാൻ? ഹല്ലേലൂയ. ആരോടായി മുട്ടിപിടുത്തം? ആരോടായി മസിൽ പിടുത്തം? ദൈവത്തോടാണോ? സാറാമത്ത് വിധവ ചോദിച്ചു, നീ ആരോടാ മൽപ്പെടുത്തുന്നത്? ഞാനാ പറയുന്നത്, നീ ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവാ, അപ്പോൾ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, അടുത്ത അവൾ പറയുന്നു. നോയിക്കേ, അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ. എനിക്കിഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. ഏലിയാവ് പറഞ്ഞതുപോലെ ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മ പറയുന്നു. ആമേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേ. സൂസൻ മാമയോ റോസം മാമയോ? അതാരാ വീഡിയോ ഓൺ ചെയ്യ? റോസം, സൂസൻ മാമ അല്ലേ? ആമേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ശോശാമ അല്ലെ? ദൈവദാസിയെ, ദൈവാത്മാവ് ഇന്ന് പകൽ നിങ്ങൾ കണ്ടിട്ടില്ല, ആരെന്ന് അറിയത്തില്ല, പക്ഷെ ദൈവാത്മ പറയുന്നു ഇന്ന് പകലിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാൻ മുമ്പിലോട്ട് വന്നാൽ സ്വർഗത്തിലെ ദൈവം ആമേ ചില മേഖലകൾ ഓപ്പൺ ചെയ്യുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ദൈവാത്മാവെന്ന് പകൽക്കാലം ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2025 ഈ 4-ാമത്തെ ദിവസം കുറിച്ചു വെച്ചോ. ആമേൻ. 3 മാസത്തിനകത്ത് വെച്ച് ദൈവം ചില തുറങ്കിനകത്തുനിന്ന് ആമേൻ ചില കുറുക്കന്മാരെ അഴിച്ചുവിടുന്നത് പോലെ തുറങ്കിനകത്ത് അടച്ചു മൂടിയിരിക്കുന്ന ആമേൻ ചില നന്മകൾ ആമേൻ. സ്തോത്രം. ആമേൻ. തകർത്ത് ഇല്ലായ്മ ചെയ്യുമെന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ദൈവാത്മാവ് ചില നന്മകളെ കുടുംബത്തിനകത്ത് കൊണ്ട് തരുമെന്ന് ദൈവാത്മാ പറഞ്ഞാൽ ആമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ ഉടമനരഗതനാഗര ശമ്പൽ കമനവരഗതുനി, എവിടെയൊക്കെയോ ഭയം, എവിടെയൊക്കെയോ പേടികൾ, എവിടെയൊക്കെയോ നിരാശകൾ, എവിടെയൊക്കെയോ ഹല്ലേലൂയ ഒരു മൽപ്പിടുത്തങ്ങൾ. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു ഈ 2025 മൂന്നാമത്തെ മാസത്തിനകത്ത് ദൈവം ചില പതിരുകളെ വേർതിരിക്കുന്നത് പോലെ ചില തമ്പുരാൻ വേർതിരിക്കും. ഹല്ലേലൂയ. വേർതിരിച്ച് നീ ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് ചില മേഖലകളെ ആമേൻ അമ്മയ്ക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന് ദൈവാത്മാവ് പറഞ്ഞാൽ ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞു. ദൈവം ഈ ദിവസങ്ങളിൽ ആമേൻ കയ്യിൽ കൊണ്ട് തന്നത് പലതും ശത്രു അപഹരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ തമ്പുരാൻ പറയുന്നു ഇനി കൊണ്ട് തരുന്നത് അപഹരിക്കത്തില്ല. ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്, അത് കർത്താവ് ചെയ്യുമെന്ന് ഈ പകൽക്കാലം പറഞ്ഞാൽ ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞു. ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ അത് ശക്തമായി വെളിപ്പെടുന്ന ഒരു പകൽക്കാലമെന്ന് ദൈവാത്മാവിൽ പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രവചിച്ചാൽ എത്ര പേർക്ക് പറയാൻ കഴിയും? മിനിയമാമേ, ദൈവാത്മാവ് പറയുക, പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ എത്ര സമയം അതനുസരിക്കാൻ കഴിയും? അങ്ങനെയെങ്കിൽ 2025 തീരുമാനമെടുത്തു, ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. In the name of Jesus, hallelujah. മുടങ്ങിക്കിടക്കുന്ന പലതും ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരുന്ന നാഴിക വിദൂരമല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുക. ആമേൻ. നോക്കിക്കേ, ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം പറയുന്നത് യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത പ്രവാചകമെല്ലാം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ആമേൻ. ആ കാലത്ത് മാവ് തീർന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഭരണിയിൽ എണ്ണ എന്ത് ചെയ്തിട്ടില്ല? കുറഞ്ഞു പോയിട്ടുമില്ല. അവൻ പറഞ്ഞ പ്രകാരം അവിടെ കാര്യങ്ങൾ ചെയ്തപ്പോൾ ദൈവ സാരാപത്തില് അവൻ പറഞ്ഞതുപോലെ മാവ് തീർന്നില്ല, ഭരണിയിൽ എണ്ണ എന്ത് ചെയ്യില്ല? തീർന്നു പോയില്ല. സ്തോത്രം ചെയ്താട്ടെ. അവിടെ നിന്നൊരു യാത്ര അവനുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ചില ശുശ്രൂഷകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു യാത്രയുണ്ട്. ആമേൻ. ഞാൻ ചിന്തിക്കുക 2025 ഇനി ഞാനാ പ്രസംഗിക്കാൻ പോകുന്നത്. ഇവരെല്ലാവരും തലയിൽ തുണിയിട്ടിരിക്കുന്ന എനിക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി എല്ലാ ഗൂഗിൾ മീറ്റും ഞാനാ പ്രസംഗിക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടെ ഇങ്ങനെ മൂടിയിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂത് പറയട്ടെ, ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില കുടുംബങ്ങൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ചില തലമുറയുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിഷയങ്ങൾ. ഓമന സിസ്റ്ററെ പ്രാർത്ഥിച്ചോ? തലമുറയുടെ ഭാവി ഒരുങ്ങി വരാൻ പോകുകയാ. ദൈവശക്തി ഇന്ന് പകൽക്കാലം ആ വിഷയത്തെ തൊടാൻ പോകുകയാ. പ്രാർത്ഥിച്ചോ? ഒരു ദൈവമഹത്വം വെളിപ്പെടാൻ പോകുന്നു. ആമേൻ. കുടുംബത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി ആമേൻ നയിക്കാൻ പോകുന്നു. 6-ാമത്തെ മാസത്തിനകത്ത് വെച്ച് തമ്പുരാൻ പറയുന്നു, ഒരു ഉത്സവം എന്ന പോലെ നൂറുകണക്കിന് വ്യക്തികൾ കയറിയിരിക്കുന്നത് പോലെ ഒരു വേദി ദൈവാത്മ ഒരുക്കി. അറിയത്തില്ല, പ്രാർത്ഥിക്കൂ. ദൈവം ചില മേഖലകൾ ഒരുക്കുന്ന ദിനം ആസന്നമായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവാത്മാവ് ചില മേഖല ഒരുക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുന്ന വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ എന്താണ് വായിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, അബ്രഹാം പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പറ. ആമേൻ. നീ എന്റെ സഹോദരി എന്ന് പറയണം. ആമേൻ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാമോ? ആമേൻ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 20:2 ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 20:2 വാക്യവും അതിന്റെ 11 വാക്യം കൂടെ ഒരാളൊന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി ആമേൻ 20:2 അതിന്റെ കുറിച്ച് അവൾ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞ് ഗെരാർ രാജാവായ അബിമേലെക്ക് ആളയച്ച് സാറായെ കൊണ്ടുപോയി. അതിന്റെ ആമേൻ നമ്മള് അതിന്റെ 11 വാക്യം വായിച്ചേ. അബ്രഹാം പറഞ്ഞത്, ഈ സ്ഥലത്ത് ദൈവ ഭയമില്ല നിശ്ചയം. എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. കണ്ടോ? അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലത്ത് എന്തില്ല? ദൈവ ഭയമില്ല. നിശ്ചയം ഉറപ്പിക്കുകയാ. സ്തോത്രം.
ഇന്ന് പകൽ ഭയപ്പെടുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഇന്ന് പകൽക്കാലം ഭയം ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇതിനകത്ത് ഭയന്നിരിക്കുന്ന വ്യക്തികളുണ്ട്. ഇതിനകത്ത് ദൈവാത്മാവ് ഭയന്നിരിക്കുന്ന ഉടമനരഗതനാകര ഭയന്നിരിക്കുന്ന ചില കുടുംബങ്ങൾ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഭയം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. പറയാറുണ്ടോ, എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും. നിന്നെ കൊല്ലത്തില്ല. അവിടെ അടുത്ത് ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസലോ. അബ്രഹാമ് ദൈവസല്ല് ഭയന്നെങ്കിലും അബ്രഹാമ് ഭയന്ന് മുമ്പിലോട്ട് പോയപ്പോ ദൈവം അബ്രഹാമിന്റെ നടുവിൽ ഇറങ്ങി ചെന്നു. അറിയാം, പേടിയുള്ളവനാ. ഹല്ലേലൂയ. പേടിയുള്ളവനായതുകൊണ്ട് അവനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവം അങ്ങോട്ട് അബ്രഹാമിന്റെ നടുവിൽ അങ്ങ് ഇറങ്ങി ചെന്നു. പ്രൈസലോ. അബ്രഹാം നടുവിൽ ഇറങ്ങി ചെന്നപ്പോ അബ്രഹാം അങ്ങ് പേടിച്ചു പോയി. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ. ആമേൻ. സ്തോത്രം. ആമേൻ. അതിന്റെ 11ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. പ്രൈസലോ. അബ്രഹാമിനെ ആമേൻ. അടുത്ത് നമ്മൾ വായിക്കുന്നത് 12ാമത്തെ അധ്യായത്തിന് 26ാമത്തെ 12ന്റെ 12ഉം 26ന്റെ 7 എന്ന് വായിച്ചേ. 26ാമത്തെ അധ്യായത്തിന്റെ 7 എന്ന് വായിച്ചേ. 26ന്റെ 7 ഒന്ന് വായിച്ചേ. അതെന്താ അവിടെ പറയുന്നത്? 26ന്റെ 7. സ്തോത്രം. ഇസഹാക്ക് ഗെരാരിൽ പാർത്തു. ആ സ്ഥലത്തെ ജനം അവന്റെ ഭാര്യയെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൾ എന്റെ സഹോദരി എന്ന് അവൻ പറഞ്ഞു. റിബേക്ക സൗന്ദര്യം കൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എന്റെ ഭാര്യ എന്ന് പറവാൻ അവൻ ശങ്കിച്ചു. ഇന്ന് പകൽ എവിടെയൊക്കെയോ ദൈവാത്മാവ് തൊടുകയായിരുന്നു പകൽക്കാലം. അവൻ അവിടെ പാർത്തോ പറയുക, ജനമൊക്കെ ചോദിച്ചോ പറയുക, ഇതെന്റെ സഹോദരിയാ. കാരണം അവൻ കൊന്നുകളയെന്നറിയാം. അന്നത്തെ കാലഘട്ടങ്ങളിൽ സൗന്ദര്യമുള്ള ഭാര്യമാരെ കാണുമ്പോൾ ഭർത്താക്കന്മാര് സൗന്ദര്യം ഇല്ലെങ്കിൽ അത് കൊന്നുകളഞ്ഞിട്ട് ഭാര്യമാരെ കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായത്. ഇത് അന്ന് നടന്നെങ്കിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. ഭർത്താക്കന്മാർക്ക് സൗന്ദര്യം കുറവാണ്. ഒരു പ്രായം കഴിയുമ്പോൾ ഭാര്യമാർക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ ആമേൻ പേടിക്കും. ഭർത്താക്കന്മാർക്ക് പേടിയാ. എന്നാൽ ഇന്ന് പലരും അങ്ങനെ സഹോദരി എന്ന് പറയുന്നില്ല. സ്തോത്രം. അന്നത്തെ കാലഘട്ടത്തിൽ അബ്രഹാം പേടിച്ചു പോയി. എന്നാൽ ഇന്ന് പകൽക്കാലം പറയുക, പേടി നിമിത്തം, ഭയം നിമിത്തം അബ്രഹാമിനെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് തികയ്പാൻ കഴിയാതെ അബ്രഹാം ഭയന്ന് മാറി നിൽക്കുകയാ. ശമനപരകതുലി. അബ്രഹാം പേടിച്ചു മാറി നിൽക്കുകയാ. ഒരു ഭയം. ചെറുതല്ല കേട്ടോ. ഭയം എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനം മരണമാണ്. നമ്മൾ വിചാരിക്കും മരണത്തോട് തീരുവൊന്നില്ല. ഒരു മനുഷ്യൻ എപ്പോഴാണോ ഭയക്കുന്നത് അതുവരെ അവൻ മരിച്ചുകൊണ്ടിരിക്കുക. അതുമുതൽ 20 വയസ്സിൽ ഭയക്കുന്ന ഒരു മനുഷ്യൻ 45 വയസ്സാണെങ്കിലും പിന്നിട്ട 25 വർഷവും അവൻ മരിച്ചുകൊണ്ടായിരിക്കുന്നേ. അവൻ കൃപാവരത്തിൽ ശോഭിക്കാൻ കഴിയില്ല. ഉപജീവന വഴിയിൽ ശോഭിക്കാൻ കഴിയില്ല. പ്രാർത്ഥനയിൽ ശോഭിക്കാൻ കഴിയില്ല. വചനധ്യാനത്തിൽ ശോഭിക്കാൻ കഴിയില്ല. ആമേൻ. കാരണം അവൻ എടുത്ത നാമം യഹോവയുടെ നാമമാണ്. പക്ഷെ നിൽക്കാൻ കഴിയാതെ അവൻ ഭയന്ന് മാറിയിരിക്കുന്നു. ഭയങ്ങൾ മാറട്ടെ. ആമേൻ. തലമുറയെ കുറിച്ച് ഭയമാണ്. തലമുറയെ കുറിച്ച് പേടിയുണ്ടോ? പേടിയുണ്ടോ ആർക്കെങ്കിലും? പേടിക്കണ്ട. എന്തിനാ പേടിക്കുന്നത്? പേടിച്ചെങ്കിൽ മോശ എടുത്തെറിയത്തില്ലല്ലോ വെള്ളത്തിനകത്ത്. അറിയോ? 3 മാസം ഒളിപ്പിച്ചത് മോശ എടുത്ത് ഒറ്റ എറിയല്ലോ വെള്ളത്തിനകത്ത്. ആമേൻ. അവൾ പേടിച്ചില്ല. പേടിക്കാതെ തലമുറ എടുത്തെറിഞ്ഞുകൂടെ ദൈവത്തിന് വേണ്ടി. ആമേൻ. സ്തോത്രം. 25-ൽ ആമേൻ. അവർ ഇതുവരെയും ദർശിക്കാത്ത രാജ്യങ്ങൾക്കകത്ത് തമ്പുരാൻ അവരെ കൊണ്ട് ഉറപ്പിക്കും. ആമേൻ. അവരെ ചൊല്ലി ഭയപ്പെടണ്ട. അവരെ ചൊല്ലി പേടിക്കണ്ട. അവരെ ചൊല്ലി ഭാരപ്പെടണ്ട. അവരെ ചൊല്ലി മാറി നിന്ന് പുലമ്പണ്ട. അവരെ ചൊല്ലി ഒന്നും ഭാരപ്പെടണ്ട. തമ്പുരാൻ അവർക്ക് വേണ്ടി വഴികൾ തുറക്കും. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ പ്ലാന്. ദൈവം അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാൻ നാം തയ്യാറാകുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയും? എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ.
അതേ കർത്താവിന്റെ അഭിഷിക്ത മിനിയു മാത്യൂസ്. ആമേൻ. തലമുറയ്ക്കോട് ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. തലമുറയ്ക്കോട് ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാരപ്പെടണ്ട. തലമുറയ്ക്കോട് ദൈവം ഒരുക്കി വച്ചിരിക്കുക. ഹല്ലേലൂയ. തലമുറയ്ക്കോട് ദൈവം ചില കാര്യങ്ങൾ ചെയ്തു വച്ചിരിക്കുക. ആമേ സ്തോത്രം. ഭയപ്പെടേണ്ട. ദൈവം തലമുറയ്ക്കോട് അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ആമേ ഇത് ഭാരപ്പെടേണ്ട. എങ്ങനെ ഫിനാൻസ് കണ്ടെത്തും, എങ്ങനെ അവരെ ആമേ ഇന്ന ഭാഗത്തെ കയറ്റേക്ക് ഭാരപ്പെടണ്ട. ദൈവത്തിന് വേണ്ടി എറിഞ്ഞുകൊടുക്കും. അവർ രണ്ടുപേരെയും ഞാൻ കണ്ട് പ്രാർത്ഥിച്ചതാ. എനിക്കറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അവർ രണ്ടുപേരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. കേട്ടോ, പ്രൈസ് ദി ലോർഡ്. ഇത് ഭംഗി വാക്കല്ല. ഹല്ലേലൂയ. തമ്പുരാൻ എന്ന് പറയാ അവർക്ക് വേണ്ടി രണ്ട് ധ്രുവം, രണ്ട് രാജ്യങ്ങൾ, രണ്ട് ജില്ലകൾ അവർക്ക് വേണ്ടി കർത്താവ് ഓപ്പൺ ചെയ്തിരിക്കുക. അതുകൊണ്ട് അവരെ ചൊല്ലി ഭാരപ്പെടേണ്ട. ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതിയെന്ന് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ എന്റെ ആൺമക്കളെ എന്ത് ചെയ്യണം? അവരെയും കൊന്നിട്ട് ഞാനും മരിക്കാമെന്ന് പറഞ്ഞിരുന്ന അമ്മ ഇതിനകത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. പേര് പറയുന്നില്ല. എന്നാൽ തമ്പുരാൻ അന്ന് ആരൊക്കെയോ പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും പ്രാർത്ഥനകൾ കൊണ്ട് ഇന്ന് രണ്ടുപേരെയും രണ്ട് രാജ്യത്ത് തമ്പുരാൻ ഉറപ്പിച്ചെങ്കിൽ ആ ദൂതം കൊണ്ട് കൈമാറുകയാ. ദൈവം പറയുന്നു രണ്ടുപേരെ രണ്ട് രാജ്യത്ത് കർത്താവ് ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. എന്താ റോസി സിസ്റ്ററെ ഭാരപ്പെടുന്നോ? ഭയപ്പെടുന്നോ? മോനെ ഓർത്ത് ഭാരപ്പെടുകയാണ്. അവൻ എന്ത് കൊടുക്കും? എന്ത് ഉണ്ണാൻ കൊടുക്കും? എന്ത് ഉടുക്കാൻ കൊടുക്കും? അവൻ എന്ത് സേവിക്കും? എന്തിനാ ഭാരപ്പെടുന്നത്? അവൻ പെരനിറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്തിനാ ഭാരപ്പെടുന്നത്? എറിഞ്ഞു കൊടുക്കുക തമ്പുരാന് വേണ്ടി. സ്തോത്രം. നീ വളർത്താൻ തന്നെങ്കിൽ ഇതെന്റെ സ്വന്തമല്ല, നീ എന്നെ ഏൽപ്പിച്ചതാ എന്ന് പറയാൻ പറ്റുമോ? പ്രാഗൽഭ്യത്തോടെ ഏൽപ്പിച്ചുകൊണ്ട് തമ്പുരാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. അവൻ യുദ്ധം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും തടക്കാൻ കഴിയത്തില്ല. കാരണമുണ്ട്, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമെങ്കില് ഇന്ന് പകൽക്കാലം പറയാ, എന്തിനാ അബ്രഹാമെ ഭയക്കുന്നേ? കാരണം അവന്റെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്തു വരാനുണ്ട്. അത് വരരുത്, വാഴ്ത്തത്തം പ്രാപിക്കരുത്. ഹല്ലേലൂയ. എന്താ സാനിസസ് ഭാരപ്പെടുന്ന തലമുറയെ ഓർത്ത്? രണ്ട് ആൺകുട്ടികളല്ലേ ഏൽപ്പിച്ചു കൊടുന്നേ. തമ്പുരാൻ നിങ്ങളുടെ കയ്യിൽ വളർത്താൻ തന്നത് അത് നിങ്ങൾക്ക് പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് വേറെ ആർക്കും കൊടുത്താൽ അവർക്ക് വളർത്താൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം പറയട്ടെ കർത്തദാസിയെ, തമ്പുരാൻ അവരെ ആമേ സ്തോത്രം രണ്ട് രാജ്യത്തല്ല, ഒരു രാജ്യത്ത്. എന്തോ ദൈവാത്മാവിന്ന് പകൽക്കാലം ഒന്ന് കൊടയുകയാ. ഹല്ലേലൂയ. എന്താ ഭാരപ്പെടുന്നത്? ലിസിസ്റ്റർ എന്താ ഭാരപ്പെടുന്നത്? തലമുറ ഭാരമാണോ? ആമേ. എല്ലാ ബാധ്യതയും എന്റെ മേലെന്ന് ഒരു വിചാരമുണ്ടോ? ഭാരപ്പെടേണ്ടെന്ന് നിങ്ങളെ കർത്താവ് തരത്തുള്ളൂ. ചിലത് വേറെ ആർക്ക് കൊടുത്താലും അവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ദൈവം ഏൽപ്പിച്ചത് നിങ്ങളുടെ കയ്യിലാ. അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത് കൊണ്ടാ ഏലിയ പറഞ്ഞത്, ആദ്യം എനിക്കുള്ളത് കൊണ്ടുപോവാ, പിന്നെ ഞാൻ നിനക്ക് തരാം. സ്തോത്രം. എല്ലാരും കൊണ്ടുവന്നിട്ട് എല്ലാരും ഉണ്ട്. ആമേ. ബന്ധുക്കളുണ്ടോ? ഓ ഉണ്ട്. ഭർത്താവുണ്ടോ? ഓ ഉണ്ട്. ആ എല്ലാരും ഉണ്ട്. ബന്ധുക്കള്, ഭർത്താവിന്റെ ആൾക്കാര്, അമ്മയുടെ ആൾക്കാര്, അപ്പന്റെ ആൾക്കാര്, ഒരു വലിയ സമൂഹമുണ്ട്. പക്ഷെ ആരെങ്കിലും കാര്യത്തിലുണ്ടോ? ആരുമില്ല. സ്തോത്രം. ആമേ. അതാണ് കർത്താവ് പറഞ്ഞത്, നീ കരയേണ്ട. 2018 കരഞ്ഞ, 2019 കരഞ്ഞത്, 2020 കരഞ്ഞത്, തമ്പുരാൻ പുറത്തു കൊണ്ടുവന്ന 25, 26 തമ്പുരാൻ കണ്ണീര് തുടച്ച് വിവിധ സ്ഥലങ്ങളിൽ മാറ്റി പാർപ്പിക്കുന്ന തലത്തില് ദൈവാത്മാവ് വഴികൾ ഒരുക്കാൻ തുടങ്ങുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചെയ്യും. എന്റെ കർത്താവ് വിശ്വസ്തനാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അടുത്തൊരു വാക്യം കൂടെ നമ്മൾ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 42-ഉം 43-ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ യോഹന്നാൻ പറയുന്നത്? ആമേൻ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 42, 43 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എന്താണ് ആമേൻ യോഹന്നാനിൽ കൂടെ ദൈവം പറയുന്നത്? വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലാതാനും അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു.
കണ്ടോ 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 ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അവർ മനുഷ്യനെ പേടിച്ച് ഭയന്ന് സ്നേഹിച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമോ എന്ന് നോക്കി മനുഷ്യനെ മാത്രം നോക്കി മുൻപിലോട്ട് സഞ്ചരിക്കുന്ന ഒരു പള്ളി പൃഷ്ഠക്കാരെ നോക്കി യേശു പറയുക, നിങ്ങൾ ദൈവത്തിന് സ്ഥാനം കൊടുപ്പി. ഇതിനകത്ത് കർത്തൃവേലയിലായിരിക്കുന്നവരുണ്ട്. മനുഷ്യനെ പേടിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കിട്ടേണ്ട വാഗ്ദത്തങ്ങൾ കരങ്ങളിൽ വന്ന് ചേരേണ്ട സമയമായി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുക്കുന്ന പാത അതിവിശാലമാണ്. എന്തോ ദൈവാത്മാവ് ഉപവാസ പ്രാർത്ഥനയിൽ വിളിച്ചു പറയുന്നു. ആരോടൊക്കെ ദൈവാത്മ പറയുന്നു? ഇതിനകത്ത് ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം നിന്നെ ഏൽപ്പിച്ച സ്ഥലത്ത് നീ വിശ്വസ്തത ഇരിക്കുമെങ്കിൽ അവിടെ നിന്ന് ദൈവാത്മാവ് ചില മേഖലയിലേക്ക് മാറ്റി പണിയുന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയും? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ആമേൻ പറഞ്ഞു. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ, Hallelujah. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ അതിന്ന് പകൽക്കാലം അങ്ങനെ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം മനുഷ്യനെ പേടിക്കരുത്, മനുഷ്യനെ ഭയക്കരുത്. മനുഷ്യൻ നിന്നോട് ഒന്നും ചെയ്യത്തില്ല. പക്ഷേ നീ മനുഷ്യനെ പേടിക്കുമ്പോൾ നിന്നിലുള്ള ആത്മസാന്നിധ്യം അവിടെ നഷ്ടപ്പെടുകയാണ്. നിന്നിൽ തമ്പുരാൻ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ അളവ് അവിടെ കുറയുകയാണ്. നീ പേടിക്കുന്നത് മനുഷ്യനെയാണോ? അബ്രഹാമേ, നീ പേടിക്കുന്നത് മനുഷ്യനെയാണോ? പേടിക്കരുത്. ഇന്ന് പകൽക്കാലം മനുഷ്യൻ നീ ഭയക്കണ്ട. അവന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ നടക്കുന്നത് ആത്മാവിലാണ്. നീ ആത്മാവിൽ നടക്കുന്നത് കൊണ്ട് നിന്നെ ഒരിക്കലും ഒരു മനുഷ്യനും തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം നീ ദൈവത്തിന്റെ നാമമേന്തുന്ന ദൈവത്തിന്റെ പൈതലാകൊണ്ട് ആമേൻ നിന്നെ ഒരിക്കലും ആർക്കും തകർത്ത് കളയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതാണ് നമ്മൾ 18-ാമത്തെ കുറുവാക്യത്തിലേക്ക് വന്നപ്പോൾ ആമേൻ സദൃശ്യവാക്യങ്ങൾ 18:10 ഇങ്ങനെ വായിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ഒരു ഗോപുരത്തിന്റെ അളവ് ഞാൻ പറയട്ടെ. ഒരു ഗോപുരം എങ്ങനെയെന്നറിയാം നിൽക്കുന്നത്? ഒരു ഗോപുരം ഏകദേശം 1000 അടി ഉയരമുള്ളതാ ഗോപുരം. ആ ഗോപുരം 1000 അടി ഉയരമുണ്ടെങ്കിൽ ആ ഗോപുരത്തിന്റെ ചുവട് എന്ന് പറയുന്നത് ഏകദേശം 50 മീറ്റർ ആയിരിക്കും. 50 മീറ്റർ വീതിയായിരിക്കും ഈ ഗോപുരത്തിന്റെ ചുവട്, താഴത്തെ ബേസ്മെന്റ്. ആമേൻ. ഈ 50 മീറ്റർ ആമേൻ സ്തോത്രം വീതിയുള്ള ഈ ചുവട് ആമേൻ അത് നേരെ അല്ല പോകുന്നേ, അതിങ്ങനെ കറവായിട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. മുകളിൽ ചെല്ലുമ്പോൾ ആ 50 മീറ്റർ എന്നുള്ളത് ആമേൻ സ്തോത്രം 5 മീറ്റർ ആയി തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. 3 18 അടി വീതി മുകളിൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഗോപുരം. പ്രൈസ് ദി ലോർഡ്. ഈ ഗോപുരമാണ് ഉറപ്പുള്ള ഗോപുരം. ഇതിലേക്ക് മനുഷ്യൻ ഓടിക്കയറും. കാരണം ഇതാർക്കും തകർക്കാൻ കഴിയില്ല. ഇത് ഉറപ്പുള്ള ഒരു ഗോപുരമാണ്. ഇത് ഉറപ്പുള്ള ഒരു ഗോപുരമാണ്. ഇതാർക്കും ഇതിനെ പൊളിക്കാൻ കഴിയത്തില്ല. ദൈവമൈതലേ, ഹല്ലേലൂയ. 1000 മന്ത്രവാദികൾ ഒരുമിച്ചിരുന്ന് മന്ത്രവാദം ചെയ്താലും നിന്റെ നീ ആശ്രയിക്കുന്ന ഗോപുരത്തെ തകർക്കാൻ കഴിയില്ല. കാരണം ഇത് ദൈവത്താൽ ഭരിക്കപ്പെട്ട, ദൈവത്താൽ നയിക്കപ്പെട്ട ദൈവത്തിന്റെ ഗോപുരം. ഹല്ലേലൂയ. ഇതിലേക്ക് ഓടിക്കയറുന്നവ എന്ത് ചെയ്യുന്നറിയാമോ? നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ എന്ത് ചെയ്യും? അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 29 ആമേൻ സ്തോത്രം 29-ാമത്തെ അധ്യായം. ആമേൻ. സദൃശ്യവാക്യങ്ങൾ 29 അതിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. 29-ന്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വായിക്കാം. കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വല വിരിച്ചിരിക്കുന്നു. ഒരു വല വിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വല വിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്താ അവിടെ ഒരു വല? നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കെണിയാണ്. ഇതൊരു കെണിയാണ്. ഇത് കെണിയാണ്. മനുഷ്യ ഭയം ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു കെണിയാണ്. പേടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പേടിക്കാൻ പറഞ്ഞിട്ടില്ല, കീഴ്പ്പെടാനേ പറഞ്ഞോളൂ, ബഹുമാനിക്കാനേ പറഞ്ഞോളൂ.
ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭർത്താവിനെ പേടിക്കാൻ പറഞ്ഞില്ല, ആമേൻ, കീഴ്പ്പെടാൻ പറഞ്ഞു. ആമേൻ, ഭാര്യയെ പേടിക്കാൻ പറഞ്ഞില്ല, ബഹുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എവിടെയാ പേടി കയറിയത്? പേടി എവിടെയാ വന്നത്? ഇന്ന് പൽക്കാല ഭയത്തിന്റെ ശക്തികളെ തുടച്ചു മാറ്റ. ഇല്ലെങ്കിൽ ഇതൊരു വലയാണ്. ഈ വലയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ആ പക്ഷിക്ക് പറക്കാൻ കഴിയത്തില്ല. ആമേൻ, ഈ പക്ഷിക്ക് പറക്കാൻ കഴിയത്തില്ല. ഒന്നുകൂടെ വായിക്കാം. ആമേൻ, സ്തോത്രം. സംഖ്യാപുസ്തകം 11:25 നമ്മൾ വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 11:25 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണ്? ആമേൻ, സ്തോത്രം. മോശ പറയുന്ന ഒരു ദൂത്. ആമേൻ, 11:25 വരുമ്പോൾ മോശ എന്താ അവിടെ പറയുന്നത്? എന്നാലേ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു, അവന്മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ലതാണ്. സ്തോത്രം. ആ പുരുഷന്മാരുടെ മേൽ ഇരുന്ന ആത്മാവിനെ എടുത്ത് എന്ത് ചെയ്തു? കുറെ എടുത്തു. കാരണം പ്രൈസ് ദി ലോർഡ്, കുറെ അങ്ങ് എടുത്തു. ആരാ എടുത്തത്? മൂപ്പന്മാരാ എടുത്തത്. ആ അധ്യായം നിങ്ങൾ ഫുള്ളൊന്ന് വായിക്കണം കേട്ടോ. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ നിങ്ങളൊന്ന് വായിക്കണം. അതിന്റെ മേളിലോട്ടും താഴോട്ടും നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതിന് നിഴലും പൊരുളും ദൈവാത്മാവ് നിങ്ങളുടെ കയ്യിൽ തരും. കാരണം 23-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കുറുകിപ്പോയില്ല, ഒരിക്കലുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ദൈവവൈതലേ, എന്റെ വചനം ആമേൻ നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. ഇത് മോശ, ഇവിടെ ദൈവം കൽപ്പിക്കുക. സ്തോത്രം. അതിന് മേലോട്ട് താഴ്ന്നു നോക്കിയ ദൈവജനം, ഈ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയ ജനം മോശയുടെ നേരെ പിറുപിറുത്തപ്പോ അവരിൽ ഇരുന്ന സകലതും ആ മൂപ്പന്മാരെ കൊണ്ട് കൃപാവരങ്ങൾ എടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളിൽ എന്നിലിരിക്കുന്ന കൃപാവരങ്ങളുണ്ടല്ലോ, ആമേൻ, നമ്മൾ അത് കറക്റ്റായിട്ട് അതിന്റെ നിലയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഭയമില്ലാത്ത, കുറവില്ലാത്ത മനുഷ്യൻ കുറവില്ലാത്ത മനുഷ്യൻ ഈ ഭൂമിയിൽ ആരുമില്ല. പക്ഷെ മനുഷ്യ ഭയം നിന്റെ മേൽ വന്നാൽ ആമേൻ കൃപാവരങ്ങൾ നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ദേവാസൻ പറഞ്ഞു, ദേവാസനെ ആമേൻ, സ്തോത്രം, ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ദേവദാസൻ ഇപ്പൊ ഹെൽപ്പ് ചെയ്യില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആമേൻ, ന്യൂ ഇയറിന്റെ 31-ാം തീയതി എന്നോട് പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. ആമേൻ, നിങ്ങൾ ആശ്രയിച്ചത് മനുഷ്യനെ അല്ലേ? ഈ 31-ാം തീയതി തീരുമാനം രാത്രി. ആമേൻ, സ്തോത്രം. നിങ്ങൾ ഏത് ചർച്ചയുള്ള ആൾക്കറിയില്ല, പക്ഷെ തീരുമാനോട്. ആമേൻ, 31-ാം തീയതി നിങ്ങൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്ക്. ആമേൻ, ഈ മാസം കഴിയും മുമ്പേ സ്വർഗം നിനക്ക് സ്പോൺസറായി ഇറങ്ങും. സ്തോത്രം പറ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ആമേൻ ആരോ ഒരാള് അദ്ദേഹത്തിനെ കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങൾക്ക് 10 വർഷം സ്പോൺസറായി ഇരിക്കാൻ പോകുക. ആദ്യത്തെ 5 വർഷത്തെ ആമേൻ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് പറഞ്ഞു തന്നാൽ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ അയക്കാം. ഹല്ലേലൂയ. അത് മേത്തരമായ നന്മയായിരിക്കും. ഹല്ലേലൂയ. അതിന്റെ ചെവിയിലേക്ക് എത്തിയപ്പോ എനിക്ക് ഉറക്കമില്ലാതായി പോയി. സ്തോത്രം. ഞാൻ പറയട്ടെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ അഭിഷക്തന്മാർ പറയുന്നതൊന്നും തമാശയല്ല. പറയുന്ന വാക്കുകൾക്ക് അധികാരമുണ്ടായിരിക്കണം. കാരണം നമ്മൾ അഭിഷേകം പ്രാപിച്ചവരാ. അയ്യോ, ഞാൻ സഹോദരിയാണ്, ഞാൻ പറഞ്ഞ നടക്കത്തില്ലെന്നോ, നീ പറഞ്ഞാൽ നടക്കും. എങ്കിൽ എസ്തർ കണ്ടോ, എസ്തർ പ്രാർത്ഥിച്ചു പറഞ്ഞപ്പോൾ രാജസന്നിധി അവൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് പോലെ ഇന്ന് പകൽക്കാലം ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ആലോചന കൈമാറുന്നു. നിന്റെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, അത് ആമേ സ്തോത്രം, അത് വിലപിടിപ്പുള്ള രത്നങ്ങളെക്കാൾ ആമേ വിലപിടിപ്പുള്ള വാക്കുകൾ, അത് കിളിർക്കാൻ പോവുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആദ്യം കൊടുത്തുകൊടുന്ന സ്പോൺസർ 1000 രൂപ വെച്ചാണെങ്കിൽ ഇപ്പൊ കൊടുത്ത സ്പോൺസർ 15000 രൂപ വെച്ച് 5 വർഷത്തെ ഡിപ്പോസിറ്റ്. അദ്ദേഹത്തിന് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. അദ്ദേഹം ബാങ്ക് ഇപ്പോ അക്കൗണ്ട് എടുത്ത് അദ്ദേഹം അയച്ചു കൊടുത്ത് പറയുക, ആമേ, ഇത് ദൈവത്താൽ സംഭവിച്ചു അഭിഷത്തിന്. ആമേ, സ്തോത്രം, എന്റെ അക്കൗണ്ടിൽ ഇത്ര ലക്ഷം രൂപ വന്നു. ആമേ പറ. എന്റെ കർത്താവേ, നീ മനുഷ്യനെ പേടിക്കരുത്, നീ മനുഷ്യനെ പേടിക്കരുത്. നിനക്ക് വേണ്ടി ചെയ്യാൻ ദൈവം സ്പോൺസറായി നിൽക്കും.
നിനക്ക് വേണ്ടി ദൈവം സ്പോൺസർ. ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരുണ്ട്, ഇതിനകത്ത് കർത്തൃവേല ചെയ്യുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. ആമേ, നിങ്ങൾക്ക് വേണ്ടി സ്പോൺസറായിട്ട് ആമേ ദൈവപ്രവർത്തി വെളിപ്പെടും. അങ്ങനെയെങ്കിൽ ദൈവ പൈതലേ, ആമേ, വേണ്ടുമെന്ന പ്രതിഫലം ലഭിച്ചില്ലെങ്കിൽ ഭാരപ്പെടണ്ട. ചിലയിടത്തൊക്കെ ഞങ്ങൾ അഭിഷക്തന്മാരൊക്കെ പോകുമ്പോഴേ ആമേ, ചിലപ്പോ 500-600 കിലോമീറ്റർ ഒക്കെ ഞങ്ങൾ വാഹനം ഓട്ടിച്ച് ആമേ പോകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് പെട്രോളിന്റെ പോലെ കിട്ടാൻ വരും. ഞങ്ങൾ സന്തോഷത്തോടെ വരും. പക്ഷെ ഭവനത്തിൽ എത്തുന്നതിന് മുമ്പ് ആമേ, നിനക്കൊരു ഫോൺ കോൾ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, ഇതാണോ ഗൂഗിൾ പേ നമ്പർ? ആമേ, IFSC കോഡൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞൊരു ശബ്ദം നിനക്ക് വരും. കാരണം അവിടെ ഉള്ളത് തന്ന് നീ പിറുപിരിപ്പില്ലാതെ വീട്ടിലെത്തും മുമ്പേ നിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് വഴി മധ്യേ വച്ച് ദൈവം സംസാരിപ്പാൻ ഒരു ഫിലിപ്പോസിനെ എഴുതിപ്പിച്ച ആ നൂറ്റാണ്ടിൽ അയച്ചെങ്കിൽ നിനക്ക് വേണ്ടി ഒരു ഫിലിപ്പോസിനെ എഴുതിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം ശക്തൻ. എന്തോ ദൈവാത്മാവ് ആലോചന അങ്ങനെ പറയുന്നു. വഴി മധ്യത്തിൽ വച്ച് ഫിലിപ്പോസിനെ ഓട്ടിച്ചെങ്കിൽ ആമേ, ഇന്ന് പോൽക്കാലം ആമേ സകലത്തെയും ആമേ ഉളവാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെയും എന്റെയും ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ മഞ്ഞ് പോലെ തമ്പുരാൻ അയക്കും. അതിന്റെ മുമ്പ് മനുഷ്യ ഭയം വേണ്ട, കളഞ്ഞേക്ക്. നമ്മൾ ഓടി അണയേണ്ട ഒരു പാദപീഠം ദൈവത്തിന്റെ പാദപീഠം. ഇന്ന് പകൽ ആ പാദപീഠത്തിൽ ആരാ ഗോപുരത്തിൽ ഓടി അണഞ്ഞിട്ടുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, ആമേ, കർത്താവ് എന്റെ സ്പോൺസർ. ഹല്ലേലൂയ. എന്റെ ഉമതിഥി കർത്താവ്. അവരെന്നെ അന്ത്യത്തോളം നടത്തുവാൻ പുലർത്തുവാൻ അവർ ശക്തനാണ്. അവൻ എന്റെ ഉപനിധി. അവരെനിക്ക് അന്ത്യത്തോളം നടത്തുവാൻ, അവരെന്നെ പുലർത്തുവാൻ, അവരെന്നെ താങ്ങുവാൻ, എന്നെ ശുശ്രൂഷിപ്പാൻ, എന്നെ ചുമക്കുവാൻ, എന്നെ നടത്തുവാൻ, എന്നെ അവൻ മാനിക്കുവാൻ, എന്നെ ഉയർത്തുവാൻ അവൻ ശക്തൻ. Glory to God. Hallelujah. Glory to God. ഭാരപ്പെടണ്ട കേട്ടോ. 2025 നിനക്ക് വേണ്ടി സ്പോൺസർ എണീക്കാൻ പോകുകയാ. ഇതിനകത്ത് കർത്തൃവേലയായിരിക്കുന്ന കർത്താവിന്റെ ദാസിമാരെ, അഭിഷക്തന്മാരെ, നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ എണീക്കാൻ പോകുകയാ. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്പോൺസർ എണീക്കാൻ പോകുകയാ. ആമേ, എന്റെ കർത്താവ് ആമേ, സ്തോത്രം. മീനിൽ കൂടെ മത്സ്യത്തിൽ കൂടെ ആമേ, പത്രോസില് ദൈവം കൊടുത്തെങ്കിൽ, നന്മ ബ്രഹ്മ കൊടുത്തെങ്കിൽ, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി തരാൻ, നിനക്ക് വേണ്ടി നിന്നെ സംരക്ഷിക്കാൻ, നിന്നെ സൂക്ഷിക്കാൻ, നിന്റെ ശുശ്രൂഷ കൈത്താങ്ങാൻ സ്വർഗത്തിലെ സ്പോൺസർ വന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് പകൽ നിനക്ക് വേണ്ടി സ്പോൺസർ തമ്പുരാൻ തരികയാണ്. ആമേൻ, സ്തോത്രം. വിശ്വസിക്ക്. ഈ 2025 ചില സ്പോൺസർമാരെ തമ്പുരാൻ എണീപ്പിക്കുക. ശമനപരഗതുനി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയുക, ആമേൻ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ആര് ഈ നാമം വായിലെടുത്തിട്ടുണ്ടോ? ആമേൻ, സ്തോത്രം. അവൻ ബലമുള്ള ഒരു ഗോപുരമാണ്. ഹല്ലേലൂയ. നമ്മെ ആരും അറിഞ്ഞില്ലെങ്കിലും, നമുക്ക് വലിയ മെഗാ കൺവെൻഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ യാതനകൾക്ക് ചെവി തരുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മീറ്റിനകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന, എനിക്ക് വേണ്ടി ആര് വഴി തുറക്കുമെന്ന് പറഞ്ഞ് പ്രത്യാശിച്ചിരിക്കുന്ന ചില കുടുംബത്തോട് ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി തമ്പുരാൻ വഴി തുറക്കും. ചില കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് ഉപവാസം കഴിയും. 4 ദിവസത്തെ ഉപവാസം കഴിയും മുമ്പേ തമ്പുരാൻ ചില കുടുംബത്തിന് വേണ്ടി വഴികൾ തുറക്കുമെന്ന് പറഞ്ഞാൽ ആമേൻ പറയാൻ എത്ര പേരുണ്ടെന്ന് പകൽക്കാലം? എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി, ആമേ സ്തോത്രം, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ ആമേ സ്തോത്രം, ദേശത്തില് ആമേ എന്നെ ഏൽപ്പിച്ച സഭയുടെ കുടുംബത്തിന് വേണ്ടി വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ ആമേ പറയാൻ